എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിങ്ങളോട് പറയാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം, ഫസ്റ്റ് പ്രാവശ്യമൊന്നും അല്ല, കുറേ ആയി കേട്ടോ ഈ സംഭവം ഉണ്ടായിട്ട്. ഞാൻ ഇന്നലെ ലൈവ് ചെയ്യുമായിരുന്നു, നല്ല രീതിയിൽ ലൈവ് ചെയ്യുമായിരുന്നു. അതിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറേ ഫ്രണ്ട്സുണ്ട്. ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സുണ്ട്. അതിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, നല്ല ഫ്രണ്ട്സായിട്ടുള്ളവർ, നല്ല പ്രായമുള്ള അമ്മമാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് ലൈവിലുണ്ട്, ലൈവിൽ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവർ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ വരുന്ന സംസാരിക്കുന്ന, നോർമലായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, എന്നെ ഒരു ബ്രദറിനെ പോലെ, ഒരു മോനെ പോലെ, ഒരു ചേട്ടനെ പോലെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഇഷ്ടം പോലെ ആൾക്കാർ, എന്നെ മാത്രമല്ല കാര്യം ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇവരെല്ലാം അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഒരാൾ, ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, ഞാനത് മെയിനായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ, വന്നിട്ട് അതിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നം വരുന്നില്ല, ഒരു പ്രശ്നവുമില്ല, ചീത്തയോ എന്തേലും. അതിൽ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക എന്നോട്, അതായത് വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയാണ് എന്നോട്. അതായത് എന്താ പറയുക, നീ ഗേ ആണോ, നീ അത് ചെയ്യുമോ, ഇത് ചെയ്യുമോ, നീ എന്താ കല്യാണം കഴിക്കാത്തത്, നീ അതുകൊണ്ടാണോ കല്യാണം കഴിക്കുക, ഇങ്ങനെ കുറേ വൃത്തികെട്ട രീതിയിലുള്ള സംസാരം ഇതിൽ വന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ഞാൻ സ്റ്റക്കായി പോവുക. എനിക്ക് കൂടുതൽ അവനോട് സംസാരിക്കും, ഞാൻ കുറേ ചീത്തയൊക്കെ വിളിച്ച് നോക്കി പോകുന്നില്ല, ഞാൻ കുറേ സംസാരിച്ച് നോക്കി പോകുന്നില്ല. അതായത് ആ സമയത്ത് ഞാൻ എൻ്റെ ലൈവ് സ്റ്റക്കായി പോവുക ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോ, എനിക്ക് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനോട് പോലും അവൻ വേറെ രീതിയിൽ സംസാരിക്കുന്നത്, അത് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നീ അതാണോ, നീ ഇവൻ്റെ ഇതാണോ, നീ അവൻ്റെ ഇതാണോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പം എനിക്ക് അവർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫും ഫ്രണ്ട്സും ഉണ്ട് എൻ്റെ ഫ്രണ്ടായിട്ട്. ഇവരുടെ മുന്നിൽ, വൈഫിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവനെക്കുറിച്ചുള്ള വൃത്തിയോട് പറയുകയാണ്. മനസ്സിലായോ? അവനെന്നെ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട്. അതായത് അങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്കിതിൻ്റെ മുന്നിൽ എനിക്ക് അവരോട് ലൈവ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് അവരോട് സംസാരിക്കാം. ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ വേറെ രീതിയിൽ സംസാരിക്കും. മനസ്സിലായോ? അപ്പം എന്താ, എനിക്കിത് ലൈവ് എൻ്റെ കട്ടായി, എനിക്ക് ലാസ്റ്റിൽ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മെസ്സേജ് റിമൂവ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അവൻ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈവ് ചെയ്യാതെ ഞാൻ സ്റ്റക്കായിപ്പോയി. മാക്സിമം ഞാൻ ശ്രമിച്ചു, ഞാൻ കുറേ നേരം മിണ്ടാതിരുന്ന് നോക്കി, പക്ഷേ പറ്റിയില്ല. കുറേയൊക്കെ ശ്രമിച്ചു. ലാസ്റ്റിൽ എൻ്റെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈവ് എനിക്ക് കുറേ ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും പുതിയ ആൾക്കാരും 2-3 സബ്സ്ക്രൈബറും ഒക്കെ കിട്ടിയ ലൈവായിരുന്നു. എനിക്കത് ലൈവ് ജബർദസ്തി എന്ന് പറയും ഹിന്ദിയിൽ. എനിക്ക് അറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്യേണ്ട ഒരവസ്ഥയാണ് വന്നത്. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ലൈവ്. മനസ്സിലായോ? ഞാൻ അവനെ ചീത്ത വിളിച്ച് നോക്കി, മാക്കൂട്ട് ചീത്ത വിളിച്ച് നോക്കി മാക്സിമം പല ചീത്തകളും വിളിച്ചാൽ നോക്കി. പല ചീത്തയല്ല, ഞാൻ ദേഷ്യപ്പെട്ട് നോക്കി, പറ്റുന്നില്ല. അതായത് എന്നിട്ടും അവനത് നിർത്താനുള്ള പ്ലാനില്ല. നമ്മളൊരു വേറൊരു രീതിയിൽ ഓക്കെ, പല ആൾക്കാർ, എനിക്ക് എന്നെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്, ഇങ്ങനെ അനുഭവിക്കുന്ന പല ആൾക്കാർ, ഈ പെൺകുട്ടികളുടെ ലൈവിലും എല്ലാത്തിലും വരുന്നുണ്ട്, ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടായിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് പോയിട്ട് ആരോടും സംസാരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ പൊതുവായിട്ട് നമ്മൾ പെൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടികളും ഒക്കെ ഇറങ്ങി നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും. പേഴ്സണലായിട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടല്ലൊരു അറിയാത്തൊരു വ്യക്തിയെ ഹരാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു സൈബർ അറ്റാക്കാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയാണ് ഓരോ സൈബർ അറ്റാക്കുകളും തുടങ്ങുന്നത്. ഇവർ എന്താണ് എനിക്കറിയാം, ഇവനൊക്കെ ബോധമില്ലാത്തതാണോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, ഒരു ഐഡിയ ഇല്ല. അത് ആൺപിള്ളാരോട് പോലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെൺപിള്ളാർ കാര്യം പറയണം. അതായത് എനിക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ ലൈവിൽ എനിക്ക് കുറച്ചുകൂടെ ആൾക്കാരെ, സബ്സ്ക്രൈബറെ കിട്ടുന്ന ലൈവായിരുന്നു. കുറച്ചുകൂടെ എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ലൈവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൽ വന്നവരെല്ലാം അവൻ അപമാനിച്ചു. എനിക്ക് സപ്പോർട്ട് ചെയ്തവരെല്ലാവരും അവൻ അപമാനിച്ചു. എന്നെ വരെ സപ്പോർട്ട് ചെയ്തവരെ വേറൊരു, അതിൽ എൻ്റെ വൈഫും ഹസ്ബൻഡും വരുന്നുണ്ട്, പെങ്ങളും ആങ്ങളും വരുന്നത്, എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഉണ്ട്, ഫ്രണ്ട്സുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം ഇത് കേൾക്കുമല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോവുക. അല്ലാതെ ഇങ്ങനെയുള്ള ലൈവിൽ വന്നിട്ട് മറ്റുള്ളവരെ സ്പോയിലാക്കരുത്. എനിക്കിങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഓൾറെഡി നെഗറ്റീവായിപ്പോയി. ഞാൻ എനിക്ക് പിന്നീടൊന്നും സംസാരിക്കാൻ, എനിക്ക് ഉള്ളിൽ നാണക്കേട് വരും. മനസ്സിലായത്? എൻ്റെ ഫ്രണ്ട്സും അവരെല്ലാം ഇങ്ങനെ അപ്പുറത്ത് നിന്നിട്ട് എനിക്ക് ചാറ്റ് ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് നാണക്കേടാണ് ഉണ്ടാകുന്നത്. വളരെ ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ നാണം കെട്ടിട്ടാണ് ഇരിക്കുന്നത്. പേഴ്സണലായിട്ട് എന്തും വിടും, നമുക്ക് ആരും അറിയാത്ത സംഭവങ്ങളാണെന്ന് പറയാം. ഇതിപ്പോൾ എനിക്ക് വളരെ നാണം കെട്ടിട്ട് എനിക്ക് ആ ലൈവ് തന്നെ കട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാർ പ്ലീസ് ദയവ് ചെയ്ത് ഒരാളുടെ ലൈവിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ ആരും ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുകയോ എടുക്കുകയോ എന്ത് വേണം ചെയ്തു, ബാക്കിയുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്.
വാച്ച് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു.